മലയാളികൾ ഇപ്പോൾ എല്ലാവരും ഇലക്ഷൻ്റെ തിരക്കിലാണ് എന്ന് പറയാം. ഉടനെത്തുന്ന ഇലക്ഷൻ്റെ പ്രചരണങ്ങളും അതിൻ്റെ പോസ്റ്ററുകളും PR വർക്കുകളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രചരണവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾ പലരുടെയും വീട്ടിൽ ചെല്ലാറുണ്ട്. അതിൽ സെലിബ്രിറ്റികളുടെ വീട്ടിലെത്തുമ്പോൾ കൂടുതൽ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട്. NDA സ്ഥാനാർത്ഥിയായ പത്മജ വേണുഗോപാൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ വൈറലായി മാറുന്നത് എന്ന് പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ പത്മജ വേണുഗോപാലിനെ. ഇപ്പോൾ പത്മജ വേണുഗോപാൽ പങ്കുവച്ചിരിക്കുന്ന നടി സംയുക്തയോടൊപ്പമുള്ള ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. തൃശൂർ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിട്ടാണ് പത്മജ വേണുഗോപാൽ നിൽക്കുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രചരണത്തിന്റെ ഭാഗമായി നടൻ ബിജു മേനോന്റെ വീട്ടിലെത്തുകയും അവിടെ ഇരുന്ന് സംയുക്ത വർമ്മയുമായി സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തുവെന്നാണ് അറിയുന്നത്. ഇവരോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. സംയുക്തയുടെ വീട്ടിലെത്തി സംയുക്തയും ബിജു മേനോനെയും കാണുകയും അവരോടൊപ്പം സംസാരിക്കുകയും ചെയ്യുന്നത് നമുക്ക് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബിജു മേനോന്റെ അടുക്കിൽ തന്നെ ഇരിക്കുകയും ബിജുവായിട്ടുള്ള സൗഹൃദത്തെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറിയിരിക്കുന്നു. മലയാളത്തിൻ്റെ അഭിമാന താരങ്ങളാണ് ഇരുവരുടെയും വീട് സന്ദർശിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അങ്ങനെ ഭാഗ്യത്തിൻ്റെ പേരിൽ തന്നെയാണ് ബിജു മേനോനെയും സംയുക്ത വർമ്മയും കണ്ട കൂടിക്കാഴ്ചയെക്കുറിച്ച് പത്മജ വേണുഗോപാൽ പറയുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മനോഹര നിമിഷമാണ് എനിക്ക് സംഭവിച്ചതെന്നും പത്മജ വേണുഗോപാൽ പറയുന്നു. അത് ശരിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. കുറേയധികം നാളുകളായി തന്നെ സംയുക്തയും ബിജു മേനോനെയും കാണാനില്ല എന്നും ഇവരുടെ ചിത്രങ്ങളൊന്നും പുറത്തു വരുന്നില്ല എന്നൊക്കെ പ്രേക്ഷകർ പരാതി പറഞ്ഞിരുന്നു. ഇപ്പോഴിത് അതിനുശേഷം തന്നെയാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ ഇവർ അവിടെ തന്നെ ഉണ്ട് എന്നും വീട്ടിലെ വിശേഷങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നും പ്രേക്ഷകർക്ക് മനസ്സിലായി. സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളോട് വളരെയധികം പ്രാധാന്യം പുലർത്തുന്ന താരങ്ങൾ കൂടിയാണ് ഇരുവരും. എപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ആരാധകരും വളരെയധികം സ്നേഹത്തോടെ തന്നെ കാത്തിരിക്കുകയും ചെയ്യുന്നത് എന്ന് പറയാം. ഓരോ വാർത്തകൾക്കായാണ് കാത്തിരിക്കുന്നത്. എപ്പോഴാണ് ബിജു മേനോനും സംയുക്ത വർമ്മയും പുറത്തിറങ്ങുന്നതെന്നും അതനുസരിച്ചുള്ള ചിത്രങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യും. വിവാഹങ്ങൾക്കും മറ്റും വരുമ്പോഴാണ് ഇവരുടെ ചിത്രങ്ങൾ കൂടുതലും പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളത്. ഈയിടയ്ക്ക് ഇവർ ക്ഷേത്രത്തിൽ വന്നതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിരുന്നു. പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ തന്നെ പിന്നീട് ഇരുവരെയും കാണാനില്ലായിരുന്നു. ഇരുവർക്കും ഒരു മകനാണുള്ളത്. ദക്ഷ് എന്നാണ് പേര്. ഇപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ദക്ഷിന്റെ കൂടെയുള്ള ചിത്രങ്ങളും ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പങ്കുവയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കുടുംബകാര്യങ്ങളൊന്നും തന്നെ ഇവർ സോഷ്യൽ മീഡിയയിൽ അധികം പങ്കുവയ്ക്കാറില്ല. രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല എന്ന് പറയുന്നതാണ് ശരി. രണ്ടുപേർക്കും കുറച്ചധികം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ തിരക്കിലാണ്. യോഗയും മറ്റുമായുള്ള തിരക്കിലാണ് ശരിക്കും പറഞ്ഞ സംയുക്ത വർമ്മ. അതുകൊണ്ട് തന്നെ യോഗയുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വളരെയധികം ഇഷ്ടവുമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പലരും ഇത്തരത്തിൽ വീട്ടിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയായ പത്മജ വേണുഗോപാലിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവരോടൊപ്പം ഇരുന്ന് സമയം ചിലവഴിക്കുകയും ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.